നമസ്കാരം. നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് ചില സമയങ്ങളിൽ പരാജയപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു അടിയന്തര ഘട്ടങ്ങളിൽ പ്രളയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹാമാരി വരികയാണെങ്കിൽ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത് കാണാം. എങ്ങോട്ടാണ് നമ്മൾ കൊടുക്കുന്ന പണമെല്ലാം പോകുന്നത്? പ്രധാനമായും നമ്മൾ നൽകുന്ന നികുതി പണം പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു വർഗത്തിന് തന്നെ, അതിൽ പെൻഷനായും ശമ്പളമായുമാണ്. അമേരിക്കയിലെ ശമ്പള സ്കെയിൽ അനുസരിച്ചാണ് ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൂടാതെ അനാവശ്യ പെൻഷനാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, റിട്ടയർഡായവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയ കോമഡിയാണ് നിർമ്മാണ പ്രവർത്തികൾ എന്ന് പറയുന്നത്. അതായത് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ കൂടി അനാവശ്യമായി ചെലവഴിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ചില ഫണ്ടുകൾ ചെലവഴിച്ചില്ലെങ്കിൽ ലാപ്സായി പോകും. അത് നമ്മുടെയൊക്കെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ചിലവാകാത്ത സാധനം ചിലവാക്കിയ വകയിൽ വന്ന തുക ചിലവ് എന്നും പറഞ്ഞ് നമ്മൾ പല സാഹചര്യങ്ങളിലും പറയാറുണ്ട്. അതുപോലെ ഒരു ഫണ്ട് ഗവൺമെൻറ് എന്തിനു വേണ്ടി അനുവദിക്കുന്നു, അതിൻ്റെ ആവശ്യകത ആ നാട്ടിലുണ്ടോ എന്ന് പോലും നോക്കാതെ ചില നിർമ്മാണ പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട്. ഒരാവശ്യവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തികളാണ് ലക്ഷങ്ങളും കോടികളും മുടക്കി മനുഷ്യന്മാർക്ക് ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ കാഞ്ഞിരക്കൊല്ലി വിനോദസഞ്ചാര മേഖലയാണ്. അവിടെ ശശിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലതുവശത്തായി ഒരു കെട്ടിടം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. എന്താണ് നിർമ്മിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അവിടെ നടക്കുന്ന ചില കോപ്രായങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇത് എന്തിനു വേണ്ടി നിർമ്മിക്കുന്നുവെന്ന് എനിക്കും വലിയ നിശ്ചയമില്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഞാൻ ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ അവിടെ തന്നെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും പറഞ്ഞത് ഇത് ഇരിക്കൂർ ബ്ലോക്കിൻ്റെ കീഴിൽ നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. അതായത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലാണ് ഇപ്പോൾ ഇവിടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചില രസകരമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പണി പൂർത്തിയായില്ലെങ്കിലും ഫ്ലോർ ടൈൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏറെക്കുറെ പൂർണ്ണമായി ഇട്ടിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു ചെന്നപ്പോൾ, എല്ലാം മണ്ണ് വീണ അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്ലോർ ടൈലിൻ്റെ പല എഡ്ജുകളും എന്തോ വസ്തുക്കൾ താഴെയിട്ട് പൊട്ടിച്ചിരിക്കുന്നു. അതൊരു സ്ഥലത്തും മാത്രമല്ല, പല സ്ഥലത്തും ഇതുപോലെ ഫ്ലോർ ടൈൽ, വെർട്ടിഫൈഡ് ടൈലാണ് പൊട്ടിച്ച അവസ്ഥയിലാണുള്ളത്. ഇതുപോലെ ഇങ്ങനെ ഒരു കൊടും കാട്ടിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രം എന്നാണ് പേര്, എങ്കിലും ഇവിടുത്തെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഈ കാട്ടിലുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന ഈ കെട്ടിടം ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വരുമ്പോൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് ഈ കാട് തെളിച്ചതെന്ന് മനസ്സിലായി. ഈ സ്റ്റീൽ ഹാൻഡ് റെയിലെല്ലാം, അതിലത്തെ കാട് അവരാരും തെളിച്ചിട്ടില്ല, പറമ്പ് മാത്രം തെളിച്ചിട്ട് പോയി. ഈ ഹാൻഡ് റെയിലെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു, ഒന്നും പൂട്ടിയിട്ടില്ല. തുറന്നു നോക്കിയപ്പോൾ ഒരു ബാത്റൂമാണ്, ബാത്റൂം ഫിറ്റിങ്സും അതിൻ്റെ വസ്തുവകകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. ഒരു പൂട്ട് പോലും ഇല്ലാതെയാണ് ഇങ്ങനെ ഇവർ ഈ ഇത്രയ്ക്കും വിലപിടിപ്പുള്ള സാധനങ്ങൾ തുറന്നു വെച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കള്ളന്മാരില്ല എന്ന കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ എൻ്റെ പേരിൽ മോഷണ കേസ് വരുമോ അറിയത്തില്ല. ഞാനിത് എടുത്തിട്ടിപ്പം ഒരു മാസം മേലെയായി. ഇത് മറ്റൊരു റൂം. ഇതിലെയും താഴെ തല്ലിപ്പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. തുറന്ന അവസ്ഥയിലാണുള്ളത്. തുറന്നകത്ത് കയറി നോക്കുമ്പോൾ അതും ഒരു ബാത്റൂം തന്നെയാണ്. ബാത്റൂം, മൂത്രമൊഴിക്കാനുള്ള സംവിധാനവും ക്ലോസറ്റും എല്ലാം അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതും ലോക്ക് തല്ലി പൊട്ടിച്ച അവസ്ഥയിൽ തുറന്നു കിടക്കുന്നു. എന്തായാലും ഈ അടുത്ത സമയത്തൊന്നും
ഇതുവഴി ആരും വന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഫ്ലോറിലേക്ക് കാടുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അപ്സ്റ്റെയറിലും നമുക്ക് പോയി അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ കൂടി ഒന്ന് കാണാം. ഇവിടെ എല്ലാം ടൈൽസ് പെറുക്കി അടുക്കി വെച്ചിരിക്കുന്നു. സിമൻറ്റ് യാക്കാണിത്. സിമൻറ്റ് യാക്ക് കട്ടയായിരിക്കുകയാണ്. ആരും വാരിക്കൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി സിമൻറ്റ് കട്ടയാക്കി വെച്ചിരിക്കുകയാണ്. പൈപ്പും മറ്റു വസ്തുവകകളും എല്ലാം നിരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ നനഞ്ഞു കുളിച്ച് ഒരു കെട്ടിടം, വെറുതെ ഒരു കെട്ടിടം സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇവിടെ നിർമ്മിച്ചിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞതിപ്പം ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുന്ന ലാൻഡിങ്ങിലാണുള്ളത്. ഇനിയിപ്പോൾ ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി കാണാം. ടൈലിൻ്റെ പണി പൂർത്തിയായില്ല എങ്കിൽ കൂടി പെയിൻറ്റിങ്ങിൻ്റെ പണി ഏറെക്കുറെ മനോഹരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സാധാരണ എല്ലാ സ്ഥലത്തും ടൈലൊക്കെ ഇട്ടതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുക. ഇവിടെ ഇപ്പോൾ പണി കഴിയുന്നതിൻ്റെ മുൻപേ തേപ്പ് കഴിഞ്ഞ ഉടനെ പെയിൻ്റ് അടിച്ചു. ഫ്ലോറിങ്ങിൻ്റെ പണി തീർന്നിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം കിടക്കുന്നത്. പ്ലംബിങ്ങും പൂർത്തിയാക്കിയിട്ടില്ല. ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്തായാലും പെയിൻ്റ് അടിച്ചിട്ടില്ല. എൽബോയും മറ്റും നിരത്ത് വെറുതെ വെതറിയിട്ടിരിക്കുകയാണ്. ഇതും 35 ലക്ഷം രൂപ അടുത്ത് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമെന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത്. ഇത് ടൈലിൻ്റെ ജോയിൻറ്റ് ഫില്ലറാണ്. അതെല്ലാം വെറുതെ പുറമേ എറിഞ്ഞിരിക്കുന്നു. ആരും എടുത്തിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ വസ്തുവകകളെല്ലാം അവിടെ വാരിയിട്ടിരിക്കുന്നത്. അതെല്ലാം കാട് കയറിയ അവസ്ഥയിലാണ് ഇതുള്ളത്. ലക്ഷങ്ങൾ മുടക്കി ജനങ്ങളുടെ നികുതിപ്പണം പിടിച്ചു വാങ്ങി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്ന ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികളും അനാവശ്യമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡായി കഴിയുമ്പോൾ നൽകുന്ന പെൻഷനും അമേരിക്കയിലെ ജോലിക്കാരുടെ സ്കെയിലിനനുസരിച്ച് കേരളത്തിൽ നൽകുന്ന ശമ്പളവും കുറച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള റോഡ് പോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിനും ടാർ ചെയ്യുന്നതിനും എല്ലാ അത്യാവശ്യ കാര്യങ്ങൾക്കും പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മിച്ചം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ദൂർത്ത് കൂടാതെയാണ് നമ്മുടെ മന്ത്രിമാരും MLA മാരും ഒരു വരട്ടജോറി വന്നാൽ പോലും അമേരിക്കയിൽ പോയി ചികിത്സ തേടുന്നത്. ഇതിനെല്ലാം ഒത്താശ പാടുന്ന രാഷ്ട്രീയ അടിമകളാണ് ഇങ്ങനെയുള്ള ഈ ABമാരെ നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുന്നത്. ഇനിയും രാഷ്ട്രീയ അടിമത്തം നമ്മുടെ എല്ലാം ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ നമ്മുടെ നാടും സൊമാലിയ പോലെ തന്നെ ഒരു ദരിദ്ര രാജ്യമായി മാറും, ഒരു സംസ്ഥാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.